ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. പരാതിക്കാരിയുടെ മൊഴി പരിഗണിച്ചില്ലെന്നും കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ. ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പാലക്കാട്ടെത്തിയ രാഹുൽ മണ്ഡലത്തിൽ സജീവമാകാനാണ് സാധ്യത. വിഷ്ണു സുരേഷും ലാൽകൃഷ്ണും ആ വാർത്തയുടെ വിവരങ്ങളും ചേരുന്നു. ആദ്യം ലാലിലേക്ക് പോയേക്കല്ലേ. ലാൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെ ഉണ്ടോ അതോ അവിടെ അടൂര് മടങ്ങിയോ? കണ്ണാടിയിൽ മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ കുന്നത്തുറുമേട് ഇന്നലെ മുങ്ങിയതാണ് ലാൽ. മുങ്ങിയ രാഹുൽ ഇന്നലെ വൈകിട്ട് പൊങ്ങിക്കഴിഞ്ഞതിന് ശേഷം മണ്ഡലത്തിൽ തന്നെ പലയിടങ്ങളിലായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ടോട് കൂടി ഒരു ചെറിയ ഡ്രാമയായിരുന്നു അത്. രാഹുലിൻ്റെ എൻട്രി തന്നെ വലിയൊരു ഡ്രാമയായിരുന്നു. അതിനുശേഷമാണ് അടൂരിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് പുറപ്പെട്ടത്. MLA ഓഫീസ്, നമ്മളിപ്പോൾ നിൽക്കുന്ന MLA ഓഫീസിന് മുമ്പിലാണ്. ഇവിടെ കുറേ ആളുകൾ കാണാൻ വന്നിരുന്നു. കാണാൻ വന്നവരെല്ലാം രാഹുൽ കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ നിന്ന് നേരെ വണ്ടി എടുക്കുന്നു, നേരെ നാഷണൽ ഹൈവേയിൽ വെച്ച് പിടിക്കുന്നു. പോകുന്ന പോക്കിൽ നമ്മൾ വിചാരിച്ചത് അടൂരിലേക്ക് പോവുകയാണെന്നുള്ളതായിരുന്നു. പക്ഷേ കൂടൽമന്നത്ത് എത്തിയപ്പം നേരെ ഒരു ചെറിയ ട്വിസ്റ്റ് എടുത്തുകൊണ്ട് പ്രാദേശികമായിട്ടുള്ള കുറച്ച് നേതാക്കളെയും അവിടെയുള്ള ആളുകളെയും കാണാൻ പോയി. അദ്ദേഹത്തിൻ്റെ പഴയൊരു സുഹൃത്തും ഒരു റിട്ടയർഡ് പോലീസുകാരനുമായിരുന്ന ആളുടെ അടുത്തേക്കാണ് പോയത്. മാത്തൂർ അദ്ദേഹത്തിൻ്റെ കൂടെ ചെലവഴിച്ച ശേഷം തിരിച്ച് പാലക്കാട് ടൗണിലേക്ക് തന്നെയാണ് തിരികെ എത്തിയത്. പാലക്കാട് എത്തി MLA ഓഫീസിൽ രാത്രി ഉണ്ടായിരുന്നു. രാത്രി MLA ഓഫീസിൽ ഉണ്ടായതിനു ശേഷം ഇവിടെ തന്നെയാണ് തങ്ങുന്നതെന്നാണ് കരുതിയത്. അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് രാഹുൽ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയ, ഒരു ഫ്ലാറ്റാണ്. ഒരു 10-30 വീട്ടുകാരുള്ളൊരു ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്ന് ഫ്ലാറ്റിൽ ബാക്കി താമസക്കാരെല്ലാവരും ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ പ്രധാന കാരണം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നു. അവരുടെ സ്വകാര്യതയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അവിടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്നു. മാത്രമല്ല പോലീസിൻ്റെ നിരന്തരമായ സാന്നിധ്യം, മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യം, പ്രതിഷേധങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നതോടുകൂടി അവർ മാറണമെന്ന് പറഞ്ഞു. അതിന് പുറമെ രാഹുലിനെതിരായിട്ടുള്ള ആരോപണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാഹുൽ അവിടെ നിന്ന് മാറിക്കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മാസത്തിനുള്ളിൽ തന്നെ മാറും, സാധനങ്ങൾ പൂർണ്ണമായും മാറ്റാം എന്ന കാര്യം റെസിഡൻഷ്യൽ അസോസിയേഷനോട് സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഫ്ലാറ്റിൽ നിന്ന് മാറും. ഫ്ലാറ്റിൽ നിലവിൽ രാഹുൽ ഇല്ല. രാഹുൽ എവിടെയാണ് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ചത് ഇന്നലെ രാത്രി എത്തിയ രാഹുൽ ഫ്ലാറ്റ് ഒഴിവാക്കിയ സ്ഥിതിക്ക് MLA ഓഫീസിൽ തന്നെ നിൽക്കും എന്നുള്ളതാണ്. പക്ഷേ MLA ഓഫീസിലില്ല. ഇന്നലെ രാത്രി വരെ ആ വാഹനം ഇവിടെ ഉണ്ടായിരുന്നു. MLA എന്നുള്ള ബോർഡടക്കം മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ആ വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റെവിടെയോ രാഹുൽ ഉണ്ട്, അബ്സ്കൗണ്ടിങ് ആണ്. ഇന്ന് മണ്ഡലത്തിലുണ്ടാകും. 9-9 കൂടി MLA ഓഫീസിൽ വന്ന് ആളുകളെ കണ്ടതിന് ശേഷം ബാക്കി തീരുമാനം എന്നുള്ളതാണ്. എന്തായാലും അറസ്റ്റ് അടക്കമുള്ള നടപടികൾ നിലവിലില്ല എന്നുള്ളത് പാലക്കാട് നിന്ന് തന്നെ പോലീസുകാർ അറിയിക്കുന്നുണ്ട്. കാരണം നോട്ടു അറസ്റ്റ് ഉണ്ട്. മാത്രമല്ല ഒരു കേസ് ഇപ്പോൾ നിലവിൽ പുതുതായിട്ട് ഹൈക്കോടതിയിലാണ്. അതിൻ്റെ കാര്യങ്ങൾ വിഷ്ണു പറയുമല്ലോ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കി അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത്, അതായത് തിരുവനന്തപുരത്താണ് ഹാജരാകേണ്ടത്. മാത്രമല്ല 15 ദിവസത്തിനിടയ്ക്ക് ഇതുവരെ വീട്ടിൽ പോയിട്ടില്ല. അമ്മയടക്കമുള്ള ആളുകൾ കാണുന്നതിന് വേണ്ടി അങ്ങോട്ട് പോകും എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ ഉണ്ടായെങ്കിലും ഇന്ന് അത്തരം പ്രതിഷേധങ്ങളിലേക്കൊന്നും ഇവിടെയുള്ള പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ ഭരണപക്ഷത്തുള്ളവരോ മറ്റോ നീങ്ങുന്നില്ല എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. രാവിലെ മണ്ഡലത്തിലെത്തിയ ശേഷം ആളുകളെ കണ്ട ശേഷം പഴയ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ യുവജന സംഘടനയുടെ പ്രതിനിധികൾ എന്നിവരെല്ലാം കണ്ടതിന് ശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ എന്നുള്ള കാര്യമാണ് അറിയുന്നത്. അടൂരിലേക്ക് പോകും എന്നൊരു സൂചന കൂടി ഇന്ന് നൽകുന്നുണ്ട്. തിങ്കളാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിലേക്ക്, അതായത് തിരുവനന്തപുരത്ത് എത്തും എന്ന വിവരമാണ് നൽകിയത്. അടൂരിലേക്ക് പോകുമോ ഇല്ലയോ, അതോ ഇന്നലത്തെ പോലെ ഡ്രാമാറ്റിക് ആയിട്ടാണോ കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളത് കണ്ടറിയണം. എന്താണെങ്കിലും രാഹുൽ മണ്ഡലത്തിൽ സജീവമാകാൻ തന്നെ തീരുമാനിച്ചു എന്നുള്ളതായിരുന്നു ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. ആകെ ജയ്ഹിന്ദ് ടിവിയോടാണ് അദ്ദേഹം മനസ്സ് തുറന്ന് പറഞ്ഞത്, ഞാൻ തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ ഭാഗത്ത് തെറ്റില്ല, അത് ഞാൻ കോടതിയിൽ തെളിയിക്കും, അതിന് വേണ്ട മുഴുവൻ കാര്യങ്ങളും കോടതിക്ക് മുന്നിൽ വച്ചിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞത്. ബാക്കിയുള്ളവരോട് എല്ലാവരോടും പറഞ്ഞത് എനിക്ക് പറയാനുള്ളതും പ്രതിഭാഗത്തിന് പറയാനുള്ളതും കോടതിയുടെ മുമ്പിലുണ്ട്, സത്യം ചെയ്യിക്കും എന്ന കാര്യം മാത്രമായിരുന്നു. എന്താണെങ്കിലും ആ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിലുള്ള ജാമ്യത്തിന്റെ ബലത്തിന് പുറത്ത് രാഹുൽ മണ്ഡലത്തിൽ സജീവമാകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ നമ്പറൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ അവരെ വിളിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആരും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല പാർട്ടി നേതൃത്വം പൂർണ്ണമായിട്ടും രാഹുലിനെ തള്ളിയിട്ടുണ്ട്. അപ്പോൾ ലാലാണെങ്കിൽ ഇടയ്ക്ക് ആ കേസിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് ഓർത്തത്. വിഷ്ണു ആണല്ലോ, വിഷ്ണു കേസിന് വന്നപ്പോഴാണ്. അത് വിഷ്ണു പറഞ്ഞോളൂ. വിഷ്ണുവിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഹർജി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആ ഹർജി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഹൈക്കോടതി എന്ത് നിലപാടെടുക്കും. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകനെ കണ്ടു. ഇന്നലെ രാത്രി പറവൂരിലെ വീട്ടിലെത്തി, അഭിഭാഷകന്റെ വസതിയിലെത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായാണ് വിഷ്ണു സുരേഷ് ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. പറയൂ വിഷ്ണു.
ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ അഡ്വക്കേറ്റ് എസ് രാജീവിനെ കണ്ടു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പറവൂരിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ന് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതിക്ക് മുമ്പാകെ എത്താനുള്ള സാധ്യതയുണ്ട്. ആ ഹർജി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷേ മെൻഷൻ ചെയ്ത് വരാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ ഒരു കാര്യം ഇന്നലെ DGP അടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഹർജിയിൽ സർക്കാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഇയാളൊരു ഹാബിച്വൽ ഒഫൻഡറാണ്, ഇയാൾക്കെതിരെ സമാനമായ മറ്റൊരു കേസ് കൂടി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരുടെ മൊഴി കൃത്യമായി സെഷൻസ് കോടതി പരിഗണിച്ചില്ല. അതാണ് ഈ ജാമ്യം ലഭിക്കാനുണ്ടായ ഒരു കാര്യം. അത് അംഗീകരിക്കാനാവില്ല. ഒപ്പം ഈ കേസിൽ നിലവിൽ രാഹുലിന് ജാമ്യം നൽകി കഴിഞ്ഞാൽ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ഗുരുതരമായി ബാധിക്കും. ഇരയടക്കം ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിലവിൽ ജാമ്യം അനുവദിക്കരുത്. അതോടൊപ്പം തന്നെ ഇയാളുടെ കസ്റ്റഡിയൽ ഇന്റർഗേഷൻ അനിവാര്യമെന്നാണ് പ്രോസിക്യൂഷന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അതിൽ ഇനി കോടതി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് ശ്രദ്ധേയം. 15-ാം തീയതിയാണ് രാഹുലിന്റെ ആദ്യത്തെ കേസിൽ ഇനി കോടതിക്ക് മുമ്പാകെ വരിക. അതുവരെ നോട്ട് ടു അറസ്റ്റ് ഉണ്ട്. രാഹുൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും? ഇപ്പോൾ സർക്കാർ ഈ നൽകിയിട്ടുള്ള ഈ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയിട്ടുള്ള വാദത്തെ രാഹുൽ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ പോകുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായിരിക്കും. ഒരുപക്ഷെ രാവിലെ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ മെൻഷൻ ചെയ്യുമായിരിക്കും. പിന്നീട് ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ ഏറ്റവും അവസാനമോ ഒക്കെ ആയിട്ടായിരിക്കും രാഹുലിനെതിരെയുള്ള ഹർജി ഹൈക്കോടതിക്ക് മുമ്പാകെ വരിക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ കോൺഫിഡൻസിലാണ്. കാരണം സെഷൻസ് കോടതിയിൽ നിന്നും ലഭിച്ച വിധിപ്പകർപ്പിൽ ചില ലൂപ്പ് ഹോൾസ് രാഹുലിന് അനിവാര്യമാകുന്ന തരത്തിൽ അല്ലെങ്കിൽ ആശ്വാസമാകുന്ന തരത്തിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഹൈക്കോടതിയിലും ആവർത്തിക്കാം. അതുവഴി ഈ കേസിലെ ജാമ്യം നിലനിർത്താമാകുമെന്ന പ്രതീക്ഷയിലാണ് രാഹുൽ ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.